ഹായ്. ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ. കുറച്ച് നാൾ മൈസൂർ ഉണ്ടായിരുന്നു, പിന്നെ മഹാരാഷ്ട്രയിൽ പോയി. അപ്പോ അവിടെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഒരു 14-15 ഒക്കെ ആയിരുന്നു മഹാരാഷ്ട്രയിൽ. അപ്പം പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത്രയും തണുപ്പ് വരുമ്പം ഇടയ്ക്ക് കിട്ടുന്ന വെയിൽ നമ്മൾ അങ്ങ് ആസ്വദിച്ച് കൊള്ളും. അതുകൊണ്ട് ഞാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിയപ്പം നല്ലോണം ടാനായി. ഏകദേശം ഒരു ഷെയ്ഡ് ഞാൻ താഴോട്ട് ഡാർക്കായി, അത്രയ്ക്ക് ടാൻ ആയി പോയി. അപ്പോൾ ഞാൻ ഒരു സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആളാണ്. എനിക്ക് കടലമാവ്, മഞ്ഞള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും റോ ഫോമിൽ എനിക്ക് തേക്കാൻ പറ്റില്ല. ഫേസിൽ ഭയങ്കര മുഖക്കുരു ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന 3 ഫേസ് പാക്ക് എന്നൊക്കെ പറയാമോ എന്നറിയില്ല. എന്തായാലും 3 DIY ആണിത്. അപ്പോൾ നമുക്ക് എന്താന്ന് നോക്കാം. അപ്പൊ ഞാൻ എല്ലാ റെമഡീസും പറഞ്ഞു തരുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയേണ്ട ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അതായത് എന്ത് ഫേസ് പാക്കും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാവൂ. ഞാനും അങ്ങനെ തന്നെയാണ്, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങൾക്ക്. എനിക്കിപ്പോൾ ഒരു ഓയിലി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് പാൽപ്പാട, പാല് അങ്ങനത്തെ സംഭവമൊന്നും മുഖത്ത് തേക്കാൻ പറ്റില്ല. സോ അത് ഇറ്റ് ഡിപ്പെൻസ്. സോ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് പാലും പാൽപ്പാടയും ഒന്നും മുഖത്ത് തേക്കാനേ എനിക്ക് അടുപ്പിക്കാൻ പറ്റില്ല. എനിക്ക് മുഖക്കുരു വരും. പക്ഷെ എനിക്ക് ഭയങ്കര മാജിക് ഇൻഗ്രീഡിയന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് തൈര്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് കേട്ടോ. വാങ്ങിക്കുന്ന ഈ ബ്രാൻഡഡ് തൈരൊന്നും വാങ്ങി ഞാൻ മുഖത്ത് തേക്കാറില്ല. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അല്ലെ, അത് ഉറപ്പാണ്. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ പാൽ ഉറച്ചുണ്ടാക്കുന്ന തൈര്, അത് എസ്പെഷ്യലി ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് തണുത്ത തൈരാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. എൻ്റെ മുഖത്തിന് ഭയങ്കര കാം ഫീൽ കിട്ടും അതിടുമ്പോൾ. ഇപ്പൊ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ നടന്നിട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ചൂടത്തുനിന്ന് പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് ഇത് തേച്ചാൽ ഭയങ്കര റിലാക്സ്ഡ്, മൈൻഡും ഭയങ്കര കാം ആവുന്ന പോലൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു കേർഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയാ, ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ് ഈ കേർഡ് മുഖത്തേക്കുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിലി സ്കിൻ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കേർഡ് ഇട്ടിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകിയാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കേർഡ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളയും ഒബ്വിയസ്ലി. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ആ എണ്ണമയം മുഖത്ത് നിന്നാൽ വീണ്ടും മുഖക്കുരു വരും. സോ ഞാനത് വാഷ് ചെയ്ത് കളയാറുണ്ട്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 1 ടൈം യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരുപാട് വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇനി ഞാൻ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും മുഖത്ത് തൈര് തേക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പേഴ്സണലി ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ആഴ്ചയിൽ ഒരു 3 to 4 days ആണ് മുഖത്ത് തൈര് തേക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുകയും ചെയ്യും, എൻ്റെ സ്കിന്നിൽ ആ ഒരു ഓയിലി ആയിട്ട് ഇരിക്കാതിരിക്കാൻ. അപ്പോൾ കുറച്ച് നാള്, അതായത് ഒരു 2 weeks ഒക്കെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലി എൻ്റെ ടാൻ ഒക്കെ മാറും, കംപ്ലീറ്റ്ലി മാറും. അടുത്ത ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 2 മാസത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പറ്റൂ, കാരണം സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട്. അപ്പൊ ഈ ഫേസ് പാക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ടും പിന്നെ തൈരും. എൻ്റെ ഇന്നത്തെ എല്ലാ ഫേസ് പാക്കിലും തൈര് കാണും. കാരണം എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്കിന്നിന് വളരെയധികം മാറ്റം കൊണ്ടുവന്ന ഒരു മാജിക് ഇൻഗ്രീഡിയന്റ് തന്നെയാണ് കേട്ടോ കേർഡ്. അപ്പോൾ ഈ ഫേസ് പാക്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി സ്ലൈസ് ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഞാൻ ഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി അത് പ്രിഫർ ചെയ്യാത്തതിൻ്റെ കാരണം, നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് മുഖത്ത് തേക്കുന്നതെങ്കിൽ അതിങ്ങനെ ഓട്സ് പോലെയാണ്. ഓട്സ് നമ്മൾ പൊടിക്കാതെ മുഖത്ത് തേച്ചാൽ അതിങ്ങനെ ഊരി താഴെ പോരില്ലേ, താഴെ വീണു പോവില്ലേ. അതുകൊണ്ട് ഞാൻ അത്ര ഗ്രേറ്റ് ചെയ്തത് പ്രിഫർ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ട് തൈരായിട്ട് മിക്സ് ചെയ്യും. അതിന്റെ പ്രപ്പോർഷൻ ചോദിക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ ഞാൻ എടുക്കുന്നത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ പ്രപ്പോർഷനിലായിട്ടാണ് എടുക്കുന്നത്, തൈരും ബീട്രൂട്ട് ജ്യൂസും. ഇപ്പോൾ 1 സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ 1 സ്പൂൺ തൈര് എടുക്കും. സോ ഞാൻ പ്രപ്പോർഷനിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓൾമോസ്റ്റ് ഈക്വൽ വരുന്ന പോലെ തന്നെ എടുക്കാറുണ്ട്.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കട്ട തൈര് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം എനിക്ക് ഇത്തവണ അബദ്ധം പറ്റിപ്പോയി. എന്താണെന്നറിയില്ല, കറക്റ്റ് വീഡിയോ എടുക്കാനായിട്ട് എടുത്തപ്പോൾ അന്ന് തൈര് നല്ലോണം ഇങ്ങനെ ലൂസായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല മെസ്സി ആയിപ്പോയി. മൊത്തത്തിൽ എല്ലായിടത്തും ഈ ഫേസ് പാക്ക് ആയിപ്പോയി, താഴെയൊക്കെ വീണു, ആകെ കൂടെ വൃത്തികേടായിപ്പോയി. അതുകൊണ്ട് കട്ട തൈര് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് രണ്ടും ലിക്വിഡ് ആണല്ലോ, ബീട്രൂട്ട് ജ്യൂസും തൈരും, അപ്പൊ രണ്ടും കൂടെ പച്ചവെള്ളം പോലെ ആവും. അതുകൊണ്ട് ഒരെണ്ണം കട്ട തൈരും മറ്റേത് കുറച്ച് ജ്യൂസും എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസിന്റെ അളവ് കുറച്ച് കുറയ്ക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മെയിൻ എയിം ഇത് ശരിക്കും സ്കിന്നിൽ നിൽക്കുക, ഫേസിൽ നിൽക്കണം, ഒഴുകി താഴെ വീഴരുത്, കുറച്ചു നേരം ഇത് നിൽക്കണം. പിന്നെ മുന്നത്തെ ഫേസ് പാക്ക് തൈരും ഇതും രണ്ടും ഏകദേശം ഒരേ ടൈം പീരീഡ് ആണ്, ഡ്യൂറേഷൻ ആണ് വെക്കുന്നത്. ഓൾമോസ്റ്റ് 20 to 25 minutes. അവസാനത്തെ ഫേസ് പാക്ക് ആട്ടോ എൻ്റെ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റം എൻ്റെ സ്കിന്നിൽ കൊണ്ടുവന്ന ഒരു പാക്കാണ്. ടച്ച് വുഡ്, ഇറ്റ് സ്റ്റിൽ വർക്ക്സ്, ഇറ്റ് ഓൾവേസ് വർക്ക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാക്ക് തന്നെ ആയിരിക്കും, പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണ്. ഓട്സ് പ്ലസ് കേർഡ് ഫേസ് മാസ്ക്. ഓട്സും തൈരും മാത്രമേ ഉള്ളൂ, അത് ആ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാൻ ഒരുപാട് അടുത്ത് കേട്ടിട്ടുണ്ട് ഓട്സ് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണെന്ന്. സി, ലൈറ്റൻ ചെയ്യോ ഡാർക്കൻ ചെയ്യോ എന്നുള്ളതല്ല നമ്മുടെ എയിം, ടാൻ മാറ്റുക എന്നുള്ളതാണ്. സോ ആ ടാൻ റിമൂവലിന് ഞാൻ ഈ ആദ്യം പറഞ്ഞ 2 റെമഡീസിനേക്കാളും സൂപ്പർ എഫക്റ്റീവ്, അതായത് തേച്ച് ഫസ്റ്റ് ഒറ്റ തവണ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണുന്ന, ഞാൻ ഇത് വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല കേട്ടോ, 1 ടൈം യൂസ് ചെയ്ത് തന്നെ മാറ്റം കാണുന്ന ഒരു പാക്കാണ് ഓട്സ് മാസ്ക്. ഓക്കെ, അപ്പൊ ഇതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ പോലെ അളവ് അത്ര പിടുത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന മേ ബി 1 സ്പൂൺ ഓട്സ് ആയിരിക്കും. ആൻഡ് ദെൻ അത് മിക്സ് ചെയ്യത്തക്കവണ്ണം കേർഡ് കൊടുക്കും. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓട്സ് നമ്മൾ പൊടിച്ചിട്ടേ യൂസ് ചെയ്യാവൂ. മറ്റേ റോൾഡ് ഓട്സ് ആയിട്ട് കിട്ടുമ്പോൾ അത് ഒബ്വിയസ്ലി മുഖത്ത് ഇരിക്കില്ല. അതുകൊണ്ട് ഓട്സ് പൊടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പൊടിച്ച ഓട്സിലേക്ക് കുറച്ച് തൈര് ചേർത്ത് അത് മിക്സ് ചെയ്ത് ഫേസ് പാക്ക് ആയിട്ട് മുഖത്ത് തേച്ചാൽ മതി. ഈ പറഞ്ഞ പോലെ തണുത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത്, ഭയങ്കര റിലാക്സ്ഡ് ആവും ഫേസ്. സോ അതിട്ടിട്ട് അത് ഡ്രൈ ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് 15-20 മിനിറ്റ്സ് എടുക്കും അത് ഡ്രൈ ആവാൻ. ഞാൻ പേഴ്സണലി ഒരു 20 to 25 മിനിറ്റ്സ് ഈ പാക്ക് വെച്ച് ഇരിക്കാറുണ്ട്. ആൻഡ് ദെൻ അത് ഞാൻ പിന്നെ നല്ലൊരു സ്ക്രബായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ സ്ക്രബ് പോലെ ഞാനത് തേച്ചിട്ട് കഴുകി കളയാറുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഫേസ് പാക്കും, എന്ത് പാക്കാണ് നിങ്ങൾ മുഖത്തിടുന്നതെങ്കിലും തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാവുന്നതിലുപരി ഐ ഹോപ്പ് ഇത് നിങ്ങളിൽ ആർക്കെങ്കിലും കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ റിലേറ്റഡ് ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് അറിയുന്ന ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആൻഡ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതെല്ലാം. ബൈ.